കോഴിക്കോട്ടേക്കാണ് നിഖിൽ പ്രമേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിഖിൽ പ്രമേഷ്, ഗുഡ് മോർണിംഗ്. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് പ്രതി ചാടിപ്പോയിട്ട് ദിവസങ്ങളാവുകയാണ്. ഇപ്പോഴും പോലീസിനൊരു തുമ്പുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അന്വേഷണം എങ്ങനെയാണ്? ഇതുൾപ്പെടെ ഇന്ന് വടക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാന വാർത്തകൾ. നിഖിൽ പ്രമേഷ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് നിന്ന് നമ്മൾ പ്രധാനമായും ഇന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകളിൽ ഒന്നാണ് ഈ പെരിന്തൽമണ്ണ ദൃശ്യ വധക്കേസിലെ പ്രതിയായിട്ടുള്ള വിനീഷ് എവിടെ എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്. കുതിരവട്ടം മാനസിക ആരോഗ്യ കേന്ദ്രത്തിലെ ശുചിമുറിയിൽ നിന്നാണ് ഇയാൾ ചുവര് തുരന്നുകൊണ്ട് രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ഈ പെരിന്തൽമണ്ണ ദൃശ്യ വധക്കേസ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ്. ഒരു പെൺകുട്ടി അവരുടെ വീട്ടിലെത്തി, ആ വീട്ടുകാരൊക്കെ അവിടെ ഉള്ളപ്പോൾ തന്നെ വീടിനകത്ത് കയറി കുത്തി കൊലപ്പെടുത്തുക, അതിക്രൂരമായി കൊലപ്പെടുത്തുക, അങ്ങനെ റിമാൻഡിലാക്കപ്പെടുകയും പിന്നീട് മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് കുതിരവട്ടം മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയൊക്കെ ചെയ്തിട്ടുള്ള പ്രതിയാണ് വിനീഷ്. അപ്പോൾ വിനീഷിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു രക്ഷപ്പെടൽ ഉണ്ടായി. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പോലീസിന് ഈ പ്രതിയെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. DCPയുടെയും മെഡിക്കൽ കോളേജ് ACPയുടെയും സ്ക്വാഡുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചിരിക്കുകയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ. അതേസമയം ഈ അന്വേഷണ സംഘം കണ്ണൂർ ജയിലിലെത്തി. അവിടെയാണ് വിനീഷ് ഉണ്ടായിരുന്നത്. അപ്പോൾ കണ്ണൂർ ജയിലിലെത്തി പ്രതി വിനീഷുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസും ഇതിനോടകം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ ഈ പ്രതിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇതിനോടകം തന്നെ ഊർജിതമാക്കിയിട്ടുണ്ട്. തങ്ങളോട് പ്രതികാരം തീർക്കാനായി വിനീഷ് ഒരു പക്ഷേ മലപ്പുറത്ത് എത്തിയിരിക്കുമോ, പെരിന്തൽമണ്ണയിൽ എത്തിയിരിക്കുമോ എന്നുള്ള ഒരു ആശങ്ക ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളവും ഉണ്ട്. അവർ ഇതിനോടകം തന്നെ അത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ വീഴ്ച തന്നെയാണ്. ഈ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നൊരു പ്രതി രക്ഷപ്പെട്ട് ഇത്രയധികം ദിവസം കഴിഞ്ഞിട്ട് ഇയാൾ എവിടെ എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിവരവും പോലീസിന് ലഭിച്ചിട്ടില്ല. പ്രതി സംസ്ഥാനം വിട്ടോ എന്നതടക്കമുള്ള സംശയവും പോലീസിനുണ്ട്. ശരി, നിഖിൽ പ്രമേഷ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.